അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ, നമുക്കത് നല്ല അഭിമാനത്തോടെ പറയാം. കാര്യം ആ മനുഷ്യൻ നമ്മളെ ഒരിക്കലും ഇങ്ങനെ നിരാശപ്പെടുത്തിയതായിട്ട് എനിക്ക്, അതായത് ഒരുപാട് പടങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഇടയായിട്ട് പുള്ളി എന്താണ് കാണിച്ചിട്ടിരിക്കണം. ആ ഒരു മനുഷ്യന്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലേ, പുതിയ പുതിയ പടങ്ങൾ എടുക്കാൻ കാരണം ആ ഒരു മനസ്സുണ്ടല്ലോ, അത് നല്ലൊരു, അത് എല്ലാവർക്കും ഉണ്ടാവില്ല ആ ഒരു സാധനം. അപ്പൊ ആ ഒരു മനുഷ്യൻ, അതായത് മമ്മൂക്ക, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിന്റെ ടീസർ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു വർഷം കാത്തിരിക്കണം. ടോപ്പ് 5 പടം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഈ പറയുന്ന ബ്രഹ്മയുഗമാണ്. എന്നാൽ ഈ പറയുന്ന ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറർ പടത്തിന് ഒട്ടും ഒരു ആരാധകനല്ല. അപ്പൊ ഞാൻ അധികം കഥ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് അതിന് തന്നെ ടീസർ കാണാം. വിക്രമേത കാലം പോലെ കലങ്ങി മറഞ്ഞ ഒരു പുഴ വേറെ ഇല്ല. അത് തിരിഞ്ഞും മറിഞ്ഞു ഒഴുകും. ഈ മനക്കിലെ പടിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇതന്നെയാ. അർജുന അശോകനെ നല്ല റോള് കിട്ടിയ പുള്ളി പൊളിച്ചു. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഭൂതകാലം. ആ ഒരൊറ്റ സാധനത്തിന് ഒടുക്കത്തെ ഹൈപ്പ. ഓ എന്റെ ചിരി എന്റെ മേടിച്ചോള്. നായികയാണ് രക്ഷയില്ല. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഓ എന്റെ പൊന്നോ, എന്ത് ടീച്ചറാണ് ഇത്. ഓഫ്, ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ഊതല് കണ്ട, ആ ഒരു ഊതല് മാത്രം മതി. ഇതിന്റെ ഫസ്റ്റത്തെ ആ ഒരു പോസ്റ്റർ വന്നല്ല, ആ ഒരു ഇങ്ങനെ പുള്ളി ചിരിച്ചിട്ടിരിക്കണ ആ ഒരു സാധനം, അത് വന്നപ്പോ തന്നെ കിട്ടിയ ആ ഒരു സാധനം ഉണ്ട്. അതായത് എന്തോ ഒരു വലിയൊരു സാധനമാണ് വരാൻ പോണത്. അതായത് നോർമലായിട്ട് നമ്മൾ കാണുന്ന ഈ ക്ലീശേ സാധനങ്ങളുണ്ടല്ലോ, അതേപോലത്തെ ഐറ്റംസ് ഒന്നല്ല വരാൻ പോണെന്ന് ആ ഒരു പോസ്റ്ററിൽ തന്നെ ഉണ്ടായി. ഇതും കൂടെ കണ്ടപ്പോൾ എൻ്റെ പൊന്നു. പക്ഷെ ഇതിന്റെ ഒരു ഭയങ്കര അഡ്വർടൈസിങ് ഒന്നും എനിക്ക് തോന്നിയില്ല, ഭയങ്കര പ്രൊമോഷൻ പോലെ, അതായത് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാര്യം ആ ടീസർ തന്നെ കൊടുത്തേക്കണുണ്ട്, ഒരു പ്ലെയിൻ ആയിട്ട് ടീസർ മാത്രം എഴുതിയിട്ട് ബ്രഹ്മയുഗം ടീസർ അങ്ങനെ മാത്രം എഴുതി. ഞാൻ ആദ്യം ഇതിങ്ങനെ സെർച്ച് ചെയ്ത് ബ്രഹ്മയുഗം ടീസർന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയാണ്, ഇത് കണ്ടിട്ട് ഫാൻ മെയ്ഡ് ഒരു പോലെയൊക്കെ എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോൾ. ഒരു ഫാൻ മെയ്ഡിനകത്തല്ല, ചുമ്മാ ടീസറിനൊക്കെ അടിച്ചിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയെ, പിന്നെ അതിൻ്റെ ഡയറക്ടർ പേര്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇത് അതൊന്നും കൂടിയാണ് ചുമ്മാ ടീസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നു. പക്ഷേ ഈ സാധനം എൻ്റെ പൊന്നോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കണേന്ന് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട്. എന്നാലും നമുക്ക് പടം കാണാം. പടം കണ്ടിട്ട് എനിക്ക് ഹൊറർ പടങ്ങൾ, ഞാൻ പക്ക പറയാം, എനിക്ക് ഹൊറർ പടങ്ങൾ ഭയങ്കര പേടിയാണ്. കാര്യം ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒച്ച വെച്ച് മനുഷ്യനെ വെറുതെ ഒരുമാതിരി ഇടങ്ങേറാക്കണ പടങ്ങളാണ് ഈ ഹൊറർ പടങ്ങൾ എന്ന് പറഞ്ഞത്. ജംസ്കെയറിൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ പറയണം. അങ്ങനത്തെ ജംസ്കെയറുകൾ ഇല്ലാത്ത പടങ്ങൾ നല്ല പടങ്ങളായിട്ടും വരും. അങ്ങനത്തെ പടങ്ങൾ എനിക്ക് ഇഷ്ടം. ഇപ്പോൾ ഭൂതകാലമൊക്കെ എൻ്റെ പൊന്നു പേടിച്ച് വിറച്ച് ഒരു പരിപോയ പടമാണ്. ഞാൻ ഭൂതകാലം എന്ന് പറയുമ്പോൾ വേറെ എന്താണ്ടൊക്കെയെന്ന് പറഞ്ഞ് കണ്ട പടമാണ്. പക്ഷേ ഇമാതിരി പേടിച്ച് വിറക്കൊന്നും ഞാൻ അറിഞ്ഞില്ല ആ പടം കണ്ടപ്പോൾ. അപ്പോൾ ആ ഡയറക്ടറാണ് ഇപ്പോൾ നമ്മുടെ മമ്മൂക്കേനെ വെച്ചിട്ട് ആറാടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താവുമെന്ന്. കണ്ടറിയണം കോശി എന്താവുമെന്ന് പടത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് നല്ലൊരു കിഡിലും പടത്തിൻ്റെ വൈബ് അടിക്കുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം പടത്തിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എൻ്റെ ബേബി.